സെക്കൻഡ് എപ്പിസോഡിൽ നെവിന് മോഹൻലാൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയുമെന്ന് വിചാരിച്ചവർക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. കാരണം വീണ്ടും ആ രംഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവുന്നത് നെവിന് ശരിക്കും പറഞ്ഞാൽ അത്രയും ഗിൽറ്റി ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചാൽ നെവിൻ അവിടെ സാധാരണ ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ നടക്കുമോ അതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കാതിരുന്നതാണ് ഈ 3 ക്യാപ്റ്റൻസും ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത്. പക്ഷേ ഇവർക്ക് ഷാനവാസിൻ്റെ ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഡ്രാമയാണെന്ന് തോന്നുന്നതിന് ഇവർക്ക് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. ബിഗ് ബോസ് അവിടെ വാർണിംഗ് കൊടുക്കുന്ന സമയത്താണ് ഷാനവാസ് വീഴുന്നത്. അപ്പോൾ ഇവർക്ക് ഡ്രാമയാണെന്ന് തോന്നിയതിൽ ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. മാത്രമല്ല അവിടെ മെഡിക്കൽ കെയർ കിട്ടാൻ വേണ്ടി ഷാനവാസോ അല്ലെങ്കിൽ പെങ്ങളൂട്ടീസോ അവിടെ അർജൻസി ഒന്നും കാണിക്കുന്നില്ല. ആകെ അവിടെ കൺസേൺഡ് ആയിട്ടുള്ളത് അനീഷാണ്. മാത്രമല്ല അക്ബറും ആര്യനും വന്ന് ഷാനവാസിനെ എഴുന്നേൽപ്പിച്ച് കൺഫ്യൂഷൻ റൂമിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും ഈ 3 പെങ്ങളൂട്ടീസും ഷാനവാസ് അവിടെ കിടക്കട്ടെ, നിൻ്റെ അടുത്തൊക്കെ ആദ്യം ഫൈറ്റ് ചെയ്യാം എന്നുള്ള കണ്ടീഷനിലാണ് അവിടെ നിൽക്കുന്നത്. മാത്രമല്ല ഷാനവാസിനെ പറ്റി പിന്നീട് അവർ ബോധേഡല്ല. ഷാനവാസിൻ്റെ ഈ ഒരു ഹോസ്പിറ്റലൈസേഷൻ മറ്റുള്ളവർക്കെതിരെ ഒരു കണ്ടൻ്റായിട്ട് യൂസ് ചെയ്യുന്ന 3 പെങ്ങളൂട്ടീസിനെയാണ് കാണുന്നത്. അല്ലാതെ ഷാനവാസിനോടൊരു കൺസേൺ കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആകെ അനീഷും പിന്നീട് ആര്യനുമാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഷാനവാസിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത്. മാത്രമല്ല മോഹൻലാൽ വന്നപ്പോൾ പോലും അനീഷ് മാത്രമാണ് ഷാനവാസിനെ പറ്റി അന്വേഷിക്കുന്നത്. വേറെ ആരും അത്ര ബോധേഡായിട്ട് തോന്നുന്നില്ല. ഏതായാലും ഷാനവാസ് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഷാനവാസ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തിരിച്ചു വരുമോ അതോ ഷാനവാസ് ഇതൊന്നും അറിയാതെ വീണ്ടും പെങ്ങളൂട്ടീസിൻ്റെ പാസത്തിൽ വീണു പോകുമോ എന്ന് നമുക്ക് കാണാം. അനുമോളുടെ ആക്ടിങ് സ്കിൽസും എടുത്തു പറയേണ്ടതാണ്. കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ ഭയങ്കര നമ്രശിരസ്കയായിട്ട് വളരെ സ്വീറ്റായിട്ട് പാവം കുട്ടിയായിട്ട് പെരുമാറുന്ന അനുമോള് ശരിക്കും എങ്ങനെയാണെന്ന് മറ്റുള്ള എപ്പിസോഡ്സിൽ നമ്മൾ കാണുന്നതാണ്. അനുമോള് ഭയങ്കര റൂഡ് ആൻഡ് അറഗൻ്റ് ആണ് മറ്റുള്ളവരുടെ അടുത്ത്. പക്ഷേ മോഹൻലാൽ വരുമ്പോഴത്തേനും ഭയങ്കര സ്വീറ്റാണ്. ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി അനുമോൾക്ക് നേരത്തെ ഉള്ളതാണോ അതോ ഇവിടെ വന്നിട്ട് മാത്രം ഉണ്ടായ ഒരു ഡിസോർഡർ ആണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അനുമോളുടെയും പിന്നെ അനീഷിൻ്റെ ഒരു കണ്ടന്റ് ഇവിടെ പറയുന്നുണ്ട്, ലവ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ക്രഷോ എന്താണെങ്കിലും. അപ്പോൾ അനുമോൾക്ക് അനീഷ് അവിടെ മൊണ്ണയായിട്ട് തോന്നുന്നില്ല. കാരണം അനുമോളുടെ അടുത്ത് ഇഷ്ടം കാണിക്കുന്നു. വേറെ ഏതെങ്കിലും പെൺകുട്ടികളോടാണ് അവിടെ മറ്റുള്ളവർ ഇഷ്ടം കാണിക്കുന്നതെങ്കിൽ അവരൊക്കെ മൊണ്ണകളാണ്, സ്ത്രീകളെ കണ്ടാൽ പുറകെ നടക്കുന്ന ആണുങ്ങളാണ്, വൃത്തികെട്ട ആൾക്കാരാണ്. പക്ഷെ അനുമോളുടെ പുറകെ നടന്നാൽ കുഴപ്പമൊന്നുമില്ല. അത്രയും അനുമോൾക്ക് മറ്റുള്ളവരോട് ജലസി ഉണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ആദിലയുടെയും ഒരു ആക്ടിങ് നമ്മൾ കാണേണ്ടതാണ്. കാരണം ഷാനവാസിൻ്റെ കാര്യം പറഞ്ഞ് അവിടെ ആദില ഒന്നും ഒരു കൺസേണും കാണിക്കുന്നില്ല എന്ന് മോഹൻലാൽ എടുത്തു പറയുമ്പോൾ അത് ഉള്ളിൽ വിഷമം അടക്കി പിടിച്ച് ടെൻഷൻ കാണിക്കാതെ ലോകത്തിനെ പുഞ്ചിരിയോടെ നേരിടുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ ഷാനവാസിൻ്റെ സ്ഥാനത്ത് 100 ആയിരുന്നെങ്കിൽ അതിൽ ഇങ്ങനെ തന്നെ പുഞ്ചിരിയോടെ ലോകത്തെ നേരിടുമോ എന്ന് നമുക്ക് ചോദിക്കാം.